മോർണിംഗ്. പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ഓപ്പൺ സോഴ്സ് ജി ഐ എസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ക്യൂ ജി ഐ എസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ സ്റ്റാർട്ട് മെനുവിൽ കാണാം ക്യൂ ജി ഐ എസ്. ഞാൻ കുറച്ചുകൂടെ ലേറ്റസ്റ്റ് വെർഷനാണ്, നിങ്ങളുടെ സിസ്റ്റത്തിൽ കുറച്ച് പഴയ വെർഷനാണുള്ളത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ക്യൂ ജി ഐ എസ്. റൈറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് വെച്ചാൽ ക്യൂ ജി ഐ എസ് ഉപയോഗിച്ചിട്ടുള്ള ജി ഐ എസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനുള്ളത്. വെക്ടർ ഫയൽ, റാസ്റ്റർ ഫയൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അപ്പം ഞാൻ ഒരു ബാച്ചിന് ജിയോ റെഫറൻസിങ് കാണിച്ചു കൊടുത്തു. നമുക്ക് കുറച്ച് അവറൊക്കെ മിസ്സായിട്ടുണ്ട്. വാല്യുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, പ്രാക്ടിക്കൽ. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നോക്കി ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഒരു പ്രോസസ്സായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. റൈറ്റ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എളുപ്പം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ വേണ്ട ഡാറ്റയൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മറ്റേ സിസ്റ്റത്തിലുണ്ട്. BSc പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. റൈറ്റ്. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്കത് അവൈലബിൾ ആണ്, നിങ്ങളത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ജിയോ റെഫറൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു സാധാരണ മാപ്പിനെ എങ്ങനെ ഒരു സാധാരണ മാപ്പ് നമ്മളെങ്ങനെ ഒരു ജിയോ റെഫറൻസ് ചെയ്യുന്ന മാപ്പായിട്ട് ചെയ്തു. റൈറ്റ്. എങ്ങനെയാണ് ജിയോ റെഫറൻസ് ചെയ്ത് മാപ്പ് ഉപയോഗിക്കുക? നമുക്ക് ഇതിൽ പല പ്രോസസ്സും ചെയ്യാനുണ്ട്. റാസ്റ്റർ, വെക്ടർ, അങ്ങനെ റാസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള അനാലിസിസ്, വെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അനാലിസിസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ബിഗിനിങ് തുടങ്ങുന്നത്? അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബാച്ചിന് ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കി ചെയ്യാവുന്നതാണ്. ഈ ആഴ്ചയൊക്കെ ഫ്രീ അവർ കിട്ടും. അവരിലൊക്കെ ഇത് ഈ എക്സസൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ജിയോ റെഫറൻസിങ് എന്ന് പറഞ്ഞ ടൂള് ആക്സസ് ചെയ്യാൻ നമ്മൾ ഇതിൽ ലെയർ എന്ന് പറഞ്ഞ ടൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ ഈ റാസ്റ്റർ നിങ്ങളുടെ ഇതിൽ ഈ റാസ്റ്റർ എന്ന് പറഞ്ഞ മെനുവിലായിരിക്കും ഈ സാധനം ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവും. ഇതിൽ ഞാൻ എൻ്റെ കുറച്ച് ലേറ്റസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് ജിയോ റെഫറൻസ് ലെയറിലാണ്. നിങ്ങളുടെ റാസ്റ്റർ എന്ന് പറഞ്ഞ സംഭവത്തിലാണ്. ഞാനിത് ഈ ജിയോ റെഫറൻസ് എന്ന് പറഞ്ഞ സംഭവം എടുക്കുന്നു. റൈറ്റ്. ഇത് ലോഡ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഈ ഡാറ്റ നിങ്ങൾക്ക് ആവശ്യമുള്ള റോ ഡാറ്റ ഈ BSc പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവത്തിലുണ്ട്. അതിൽ ഈ കേരള എന്ന് പറഞ്ഞ നോർമൽ മാപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജിയോ റെഫറൻസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഈ മെനു ഒക്കെ നോക്കിക്കൊള്ളുക. ഇതിൽ ആഡ് പോയിന്റ് നോക്കുക. ആഡ് പോയിന്റ്, സെറ്റിംഗ്സ്, ഓപ്പൺ ഫയൽ, ഓപ്പൺ റാസ്റ്റർ. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ റാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് ഫോൾഡറാണോ ആ ഫോൾഡറിലേക്ക് നിങ്ങൾ പോവുക. ഇത് ഇങ്ങനെയാണ്, ഞാനിപ്പോൾ ഇങ്ങനെയാണ് പോവുക. നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് ഈ എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും അത് കേട്ടോ. അല്ല D. ഞാനിതിങ്ങനെ എടുക്കുന്നു. ഇതിൽ ഈ പോയിന്റ് എടുക്കുന്നു. ഇത് ഞാൻ ഓൾറെഡി ജിയോ റെഫറൻസ് ചെയ്ത പോയിന്റ്സ് ആണ്, നിങ്ങളത് നോക്കണ്ട. ഇത് എടുക്കുക. ഇതിൽ ഓരോരോ പോയിന്റായിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. വേണ്ട, നമുക്ക് ജിയോ റെഫറൻസ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, കുറച്ച് കാര്യങ്ങൾ വേണം. ഒന്നാമത് ജിയോ റെഫറൻസിങ്, അതിന് CRS എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് റെഫറൻസ് സിസ്റ്റം. അതിന് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, പ്രൊജക്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ പോയിന്റായിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഇതാണ് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈസ്റ്റും നോർത്തും, നോർത്തിങ്ങും ഈസ്റ്റിങ്ങും. അപ്പോൾ ഇത് കണ്ട ഈ മെനുവിൽ ഇത് ആഡ് പോയിന്റ്. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ മൗസിൻ്റെ പോയിന്റർ വെക്കുമ്പോൾ അവിടെ കാണുന്നതാണ്. അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ട ഒരു പ്ലസ് സിമ്പൽ വന്നു. നമ്മൾ ഈ കറക്റ്റ് ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പാർട്ടി കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എക്സ് വൈ ഈസ്റ്റ് നോർത്ത് എന്ന് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ ഈസ്റ്റ് 75 ഡിഗ്രി 0 മിനിറ്റ് 0 സെക്കൻഡ്. അപ്പോൾ നമ്മൾ 75 സ്പേസ് 0 0. ഇവിടെ നോർത്തിൽ 12 ഡിഗ്രി 0 മിനിറ്റ് 0 സെക്കൻഡ്. അപ്പോൾ അതിൽ 12 0 0. വളരെ സിമ്പിളാണ്. ഇങ്ങനെ എൻ്റർ ചെയ്യുക. നമ്മൾ ഈ ഹാൻഡ് സിമ്പലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിങ്ങനെ ഡ്രാഗ് ചെയ്യാം. അഗെയിൻ നമ്മൾ ആഡ് പോയിന്റ് കൊടുക്കും. 4 പോയിന്റിൽ ആഡ് ചെയ്യണം. പോയിന്റ് കൊടുക്കുന്നു. അതിൽ ഈസ്റ്റ് 77 ഡിഗ്രി 0 മിനിറ്റ് 0 സെക്കൻഡ്. നോർത്തിങ്ങിൽ 12 ഡിഗ്രി 0 മിനിറ്റ്. ഓക്കെ കൊടുക്കുന്നു. ഇത് വരുന്നു. മൂന്നാമത്തെ പോയിന്റ് ആണ്. അതിൽ ഈസ്റ്റ് താഴെ നോക്കുക. 77 0 0. 77 ഡിഗ്രി 0 മിനിറ്റ് 0 സെക്കൻഡ്. 9 ഡിഗ്രി 0 മിനിറ്റ് 0 സെക്കൻഡ്. ഓക്കെ. നാലാമത്തെ പോയിന്റ് ആഡ് ചെയ്യും. നാലാമത്തെ പോയിന്റിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ചില ഗ്രാഫിക്കൽ ഇഷ്യൂസ് ഒക്കെ വരും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അഗൈൻ നാലാമത്തെ പോയിന്റിൽ ആഡ് പോയിന്റ് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്യുന്നു. ഈസ്റ്റ് 75 0 0. നോർത്ത് 9 ഡിഗ്രി. ഓക്കെ. അപ്പോൾ നമ്മൾ 4 പോയിന്റ് 4 ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് 4 പോയിന്റ് നമ്മൾ ആഡ് ചെയ്തു. നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ താഴെ ഈ ടേബിൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതാണ് ഗ്രൗണ്ട് കൺട്രോൾ പോയിന്റ്സ്. GCP എന്നാണ് പറയുക. ആഡ് GCP. നമ്മൾ ഗ്രൗണ്ട് കൺട്രോൾ പോയിന്റ് ആഡ് ചെയ്തു. കാണാവുന്നതാണ്. നമ്മളിത് ഈ സെറ്റിങ്സ് ഈ മഞ്ഞ കളറിൽ കാണുന്ന ഈ സംഭവത്തിലേക്ക് പോവുക. ഇതൊരു പരിധി വരെയൊക്കെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെയായിരിക്കും കിടക്കുക. അതിൽ ട്രാൻസ്ഫോർമേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ലീനിയർ, അത് അങ്ങനെ തന്നെ വെക്കുക. പിന്നെ ഇതിൽ ഔട്ട്പുട്ട് ഇത് എവിടെ വെക്കണം. ഇപ്പം ഞാനിതിവിടെ BSc എന്ന് പറഞ്ഞതിൽ കൊടുക്കുകയാണ്. അത് നിങ്ങളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ റീസാമ്പിളിംഗ് മെത്തേഡ് ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ വിടുക. റീസാമ്പിളിംഗ് മെത്തേഡ് നിയറസ്റ്റ് നെയ്ബർ അത് അങ്ങ് തന്നെ കൊടുക്കുക. ഇത് ലീനിയർ തന്നെ കൊടുക്കുക. CRS ടാർഗറ്റ് CRS വെച്ച് കഴിഞ്ഞാൽ കോർഡിനേറ്റ് റെഫറൻസ് സിസ്റ്റം. അപ്പം നമ്മൾ ഇതിൽ ഈ ഇതാണ് ഈ PSG WGS 84 UTM 743 ആണ്. സോറി 43N. അതിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പർ അടിച്ചു കൊടുത്താൽ അത് വരും. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. അതിൽ നമുക്ക് വേണ്ടത് CRS കോർഡിനേറ്റ് റെഫറൻസ് സിസ്റ്റം, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് പ്രൊജക്ഷൻ, ഈ പറയുന്ന എല്ലാം കൂടെ വരുന്ന ഒരു സംഭവമാണ്. EPSG എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ പെട്രോളിയം സർവേ ഗ്രൂപ്പ് എന്നാണ് അതിന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത്. WGS 84 എന്ന് വെച്ചാൽ വേൾഡ് ജിയോഡേറ്റിക് സിസ്റ്റം 1984. UTM എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ പ്രൊജക്ഷൻ ആണ്. അതിൽ 43 എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ വരുന്ന സോണാണ്. റൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യും.
ഇത് അതിൽ തന്നെ വരും. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്തിട്ട് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മളിതിൽ സ്റ്റാർട്ട് ജിയോ റെഫറൻസിങ് ഇത് കണ്ടോ, ഈ പച്ച കളറിൽ കാണുന്നത്, അത് ക്ലിക്ക് ചെയ്ത് ചില സമയത്ത് അത് ഓക്കെ ആവും, ചില സമയത്ത് അത് ഓക്കെ ആവില്ല. ഓക്കെ ആയില്ലെങ്കിൽ വീണ്ടും ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ബഗ്സ് വരുന്നതാണ്, അത് ഒന്നുകൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. സോ ലെറ്റ് സ്റ്റാർട്ട് ജിയോ റെഫറൻസിങ്. യെസ്, വേണ്ട ജിയോ റെഫറൻസ് സക്സസ്ഫുൾ കൊണ്ട് കാണിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് നോക്കാം, വേണ്ട ഇവിടെ ഈ മാപ്പ് വന്നിട്ടുണ്ട്. ഞാൻ ആ മാപ്പ് കാണിച്ചു തരാം. ഇതൊന്ന് ഇത് മാറ്റുകയാണ്, മാറ്റുന്നു. ഞാനിത് ഓൾറെഡി ജിയോ റെഫറൻസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് എവിടെയാണോ കേരളം, വേണ്ട വേൾഡിൽ എവിടെയാണോ കേരളത്തിന്റെ പൊസിഷൻ, അത് അവിടെ വന്ന് നിൽക്കും കേട്ടോ. ട്രാൻസ്ലേറ്റ് നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ട്രാൻസ്പെറൻസി ലെവൽ കുറച്ചിട്ട് കേട്ടോ, ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ഈ മാപ്പ്, ഈ മറ്റേ ബാക്ക്ഗ്രൗണ്ടിലെ മാപ്പ് ഒന്നും നോക്കണ്ട. നമുക്ക് ഇതെല്ലാം നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.